നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും G20 സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് പൊളിയാൻ സാധ്യതയുണ്ട്, അത് പൊളിഞ്ഞു പോകും. അതിൻ്റെ കാരണം പറഞ്ഞ് എന്തുകൊണ്ടാണ് അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്യുന്നത്. G20 19 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 12 രാജ്യത്തിൻ്റെ ഹെഡ് ഓഫ് നേഷൻ, അതായത് പ്രസിഡന്റ് ആണെങ്കിലും പ്രൈം മിനിസ്റ്ററും അവരെ പങ്കെടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പങ്കെടുത്തില്ല. പൊളിക്ക് പോയ സംഭവം. അതിൻ്റെ കാര്യം എന്ന് അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്തു. ഈ അമേരിക്കൻ, ഞാൻ അമേരിക്കൻ ഭ്രാന്തനായോണ്ടൊന്നും അല്ല, ആ രാജ്യത്തിൻ്റെ പവർ അതാണ്. എക്കണോമിക് പവർ, മിലിറ്ററി പവർ. ലോകത്ത് ആ രാജ്യങ്ങൾ പറയുന്നത് കേട്ട്, അമേരിക്ക പറയുന്ന ആ രാജ്യം പറയുന്നത് കേട്ട് മാത്രമേ ചലിക്കുന്ന പല രാജ്യങ്ങളുള്ളൂ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. G20 എന്ന് പറയുന്നത് എക്കോണമി പവർഫുള്ളായ രാജ്യങ്ങൾ ചേർന്നുള്ള ഗ്രൂപ്പാണ് G20 എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം അത് റിയോ ഡി ജനീറോയിൽ ബ്രസീലിൽ വെച്ചായിരുന്നു. ജോ ബൈഡൻ പങ്കെടുത്തു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വരുന്നു, സൗത്ത് ആഫ്രിക്കയിൽ വന്നു. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിനെതിരെ സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പരാതി കൊടുത്തിട്ട് അതിൽ ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ട് വരുന്നു. കാരണം അമേരിക്ക ശരിക്കും ട്രൈ ചെയ്തത് കൊടുക്കാതിരിക്കാൻ. അതിൻ്റെ പേരിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ മുകളിൽ അമേരിക്ക സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇല്ലാതായി. ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, എന്തുകൊണ്ടാണ് അമേരിക്ക പവർഫുള്ളായ രാജ്യം എന്ന് പറയുന്നത്. അമേരിക്ക പങ്കെടുക്കുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ സൗഹൃദ രാജ്യങ്ങളുണ്ട്, ഇൻവൈറ്റീസ്, പല രാജ്യങ്ങളുമുണ്ട്. അതിലെ പല ആൾക്കാരും അമേരിക്ക പേടിച്ചങ്ങോട്ട് പോയില്ല. ഇപ്പോൾ ഫ്രാൻസും ചില യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളൊക്കെ പങ്കെടുത്തത് അത് ഡിപ്ലോമാറ്റിക്കലി അമേരിക്കയെ കൺവിൻസ് ചെയ്തിട്ട് പോയേക്കുവാണ്. അതായത് അതിനകത്തൊരു തീരുമാനം ഉണ്ടാകാതായിപ്പോയി. വെറുതെ ഒരു ചടങ്ങ്, റൂട്ടീനായിട്ട് കുറച്ച് ആളുകൾ കൂടി ഒരു തീരുമാനവും ഇല്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് അമേരിക്ക അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ പവർഫുൾ രാജ്യം. ഇതുകൊണ്ടാണ് ഞാൻ പറയും സക്സസ് ആവത്തില്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്തൊരു സംഭവം എടുത്തോണം. ഇപ്പം ബ്രിക്സ്, ഇന്ത്യയിലെ മീഡിയയും മലയാളം മീഡിയയും ഒക്കെ എന്തൊക്കെയോ പറയുന്നത് ബ്രിക്സിനെ പറ്റി. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, 3-4 വർഷം കഴിയുമ്പം ഇന്ത്യ തന്നെ ബ്രിക്സിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇന്ത്യ പിന്മാറും. ഗെയിം പറഞ്ഞു തരാം. ചൈനയ്ക്ക് ബ്രിക്സ് ബാങ്കിനകത്ത് അതിൻ്റെ പെർമനന്റ് മെമ്പറായിട്ട് പാകിസ്ഥാനെ കൊണ്ടുവരണം. ചൈനീസ് ഗെയിമാണ്. ചൈന പറഞ്ഞത് ഇത് കേട്ടേ മതിയാവത്തുള്ളൂ. കാരണം ബ്രിക്സ് ബാങ്കിന്റെ 100 ബില്യൻ്റെ അകത്ത് 40 ബില്യൺ മുടക്കിയിരിക്കുന്ന ചൈനയെ. ബാക്കി 18 ഇന്ത്യയും റഷ്യയും മുടക്കിയിരിക്കുന്നത്. ബാക്കി 5 ബില്യൺ മാത്രമേ ഉള്ളൂ സൗത്ത് ആഫ്രിക്കയുടെ. അപ്പം ചൈനയ്ക്കാണ് അതിൻ്റെ സാമ്പത്തികമായിട്ട് പണം കൊടുക്കുന്നത് ചൈനയാണ്. അപ്പം അതിനകത്ത് ഒരു ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്ന്, അതായത് അതാണ് ട്രംപിന് ഇഷ്ടപ്പെടാത്ത മറ്റൊരു സംഭവം. ഇപ്പം ഇന്ത്യയെ പതുക്കെ അങ്ങ് മാറ്റും. ഇപ്പം ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന ടാരിഫിൻ്റെ പുറത്ത് ഈ ബ്രിക്സ് സംഭവം നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അറിയാൻ സാധിച്ചു. അത് ഇന്ത്യ ഈ പറയുന്ന അമേരിക്കൻ ലൈനിലോട്ട് പോവുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഏഷ്യൻ കൺട്രി, ഇപ്പം മലേഷ്യ കൊലാലംപൂരിൽ നടന്നു, അതിനകത്ത് ചീഫ് ഇൻവൈറ്റി ആയിട്ട് അവിടുത്തെ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അമേരിക്ക കൊണ്ടുവന്നു. അത് അമേരിക്ക ഇല്ലാത്ത ഒരു ഫോറങ്ങളും അവരടുപ്പിക്കുന്നത്, അവർ തൊലച്ചു കളയും. ഇതാണ് അവരുടെ പ്ലാൻ. കാരണം അതാണ് ഈ പറയുന്നത്, ഈ വലിയേട്ടൻ അയാളാണ് തീരുമാനിക്കുന്നത്, അയാളുടെ കൂടെ നിന്നോണം. ഇതാണ് ആ പോളിസി. അത് ഇന്ത്യക്കെന്നല്ല, ഒരു രാജ്യത്തിന് മാറ്റി എഴുതാൻ പാടാതെ പെട്ടെന്ന്. അത് ചുമ്മാ ചില ആൾക്കാർക്ക് അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം അറിയാത്തതിൻ്റെ പേരിൽ പറയുന്നതാണ്. മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ത്യയിലെ ഡൽഹിയിൽ നടന്ന G20 ഗ്ലോബലായിട്ടുള്ള എത്ര പത്രക്കാരിവിടെ വന്നതെന്നറിയാം. 2 മാസം മുമ്പ് ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാ ഹോട്ടൽസും ബുക്കായി. കാരണം ഗ്ലോബൽ റിപ്പോർട്ടിംഗ്, അമേരിക്കൻ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ്,
ജർമ്മൻ, കനേഡിയൻ, ഇവരെല്ലാം വരികയാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഈസ് കമ്മിങ്. അപ്പം ഗ്ലോബലായിട്ടുള്ള പത്രക്കാരുടെ വലിയൊരു കൂട്ടം ഡൽഹിയിലോട്ട് വരികയാണ്. അപ്പം ഡൽഹിയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു, പ്രധാനമന്ത്രി മോദിയെ പറ്റി, ഇന്ത്യ എന്നൊരു പൊട്ടൻഷ്യലായിട്ടുള്ള എക്കോണമി, ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്ലോബലായിട്ട് ഇന്ത്യ അങ്ങ് പോയി. ഇനി നോക്ക്, സൗത്ത് ആഫ്രിക്കയിൽ 2025 G20 നടന്നു. നിങ്ങൾ കാണിച്ചതാ എവിടെ ഇത് റിപ്പോർട്ട് ചെയ്ത് ചെറിയ 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 ഭാഗങ്ങൾ കംപ്ലീറ്റ് മീഡിയ ഇത് ഇഗ്നോർ ചെയ്ത്. കാരണം പ്രാധാന്യമില്ലാതായി. ഇതാ കാരണം അതിൻ്റെ മെയിൻ ഗെയിം അത് മുഴുവനും കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ്. അമേരിക്കയിൽ അതിന് പ്രാധാന്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തുവാ? ട്രംപുമായിട്ടുള്ള ബന്ധം. അതാണ് നേരത്തെ ട്രംപ് ആദ്യം വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എവിടൊക്കെയാണ് ഇൻവൈറ്റ് ആയിട്ട്, സ്പെഷ്യൽ ചീഫ് ഇൻവൈറ്റ് ആയിട്ട് G7, G5 എല്ലാ ഫോറങ്ങളിലും ഇന്ത്യ കൊണ്ടങ്ങ് ഈ ഹൈലൈറ്റ് ചെയ്യുക. കാരണം ചൈനയെ ഒതുക്കാൻ. അതാണ് ഇവർ തമ്മിലുള്ള ആ ഇഷ്യൂവിൽ പെട്ടെന്ന് കയറി താഴോട്ടങ്ങ് പോയി. എൻ്റെ അഭിപ്രായത്തിൽ മോദി തന്നെ ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയിപ്പോവും. എവിടെയായിരുന്നു മോദി, ഇന്ന് എവിടെ നിൽക്കുന്നു? അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടാൻ ഭയമാണ്. കാരണം ഈ പറയുന്ന ട്രംപ് എന്തോ വായി വിളിച്ച് പറയുന്ന ആർക്കും അറിയത്തില്ല. അവിടെ നിങ്ങൾ കണ്ടു കാണും എങ്ങനെയാണ് സെലൻസ്കിയെ ഓവൽ ഓഫീസിൽ വെച്ച് തകർത്ത് വിട്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്ക പോകാൻ പേടിയായപ്പോഴും ഇയാൾ എപ്പോഴാ വാ തുറക്കുന്നത്, എപ്പോഴാ ഇത് പറയുന്നത്, വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയും. അത് അയാളുടെ സ്വഭാവം. അതാണ് ഈ പറയുന്നത്. അയാൾ ട്രംപിനെ ഡീല് ചെയ്യാൻ പ്രത്യേക കോഴ്സ് എടുത്ത് പഠിച്ചോണം. ഒരു കാര്യത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു, ട്രംപ് ഇപ്പം പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക. മിണ്ടിയാൽ എവിടം വരെ സംസാരിക്കാൻ പറ്റും, അത് വീണ്ടും എസ്കലേറ്റ് ചെയ്യും. ഫർദറായിട്ട് ട്രംപ് അതിന് ഉത്തരം കൊടുത്തോണ്ടിരിക്കും എല്ലായിടത്തും വെച്ച്. ഗ്ലോബലായിട്ടുള്ള പല പ്ലാറ്റ്ഫോമിലും എത്രമാത്രം നാണക്കേടാണ് ട്രംപ് ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഇന്ന് റിലേഷൻഷിപ്പ് പഴയതുപോലെ ആയാലും മുൻപത്തെ പോലെ ആയാലും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് എത്രമാത്രം നാണക്കേടും മാനക്കേടും, എത്രമാത്രം ഏറ്റവും മോശമായ രീതിയിൽ ട്രംപ് പറഞ്ഞത്. ഇതേ ട്രംപ് ഇടയ്ക്ക് മോദിയെ സുന്ദരനാണ്, മിടുക്കനാണെന്ന് പറയും, പക്ഷെ തിരിച്ചടിക്കുന്നതോ. ഇതാണ് സംഭവം. ഇതാണ് ഈ അമേരിക്കയുടെ പവർ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇമ്മാനുവേൽ മാക്രോൺ ട്രംപുമായിട്ടല്ല ബന്ധം. ഇടയ്ക്കിടയ്ക്ക് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ട്രംപ് വളരെ മോശമായിട്ട് അയാൾക്കെതിരെ പറയുന്നത്. എന്താ പറയുന്നത്? അയാൾ ഭൂരിപക്ഷം ഇല്ലാത്തൊരു പ്രസിഡന്റ്, അയാൾ പറയുന്നത് ആര് കേൾക്കും? ഒരു രാജ്യത്തിന്റെ തലവനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഇമ്മാനുവൽ മാക്രോൺ അറിയാം ഈ ട്രംപിനെ എങ്ങനെ അടി, അതുകൊണ്ട് അയാൾ മിണ്ടത്തില്ല. അതിനെപ്പറ്റി ട്രംപ് എന്താണ് ഉത്തരം കൊടുക്കുന്നത്, എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്, അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ന്യൂയോർക്ക് മേയറും മമതാനിയും ട്രംപും എന്തൊക്കെ പ്രശ്നമായിരുന്നു. കമ്മ്യൂണിസ്റ്റ്, ജിഹാദി, ഇത്. പക്ഷെ അവിടെയാണ് സൊഹറൻ മമതാനി ട്രംപിന്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് മുമ്പിൽ തന്നൊരു കാര്യങ്ങൾ പറഞ്ഞ് സിമ്പിളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് കണ്ടു. ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യ ഗവൺമെന്റ് മോദി പഠിക്കുന്നത്. അല്ലാതെ നമസ്തേ ട്രംപും നമസ്തേ ഇന്ത്യയും ഹൗഡി മോഡിയും കിവഡി മോഡിയും ഒന്നും ട്രംപിന്റെ മുമ്പിൽ ഫലിക്കത്തില്ല. അയാൾ തോന്നി ഇതൊക്കെ വിളിച്ചു പറയും. അതാണ് അയാൾ ഡീൽ ചെയ്യാൻ പഠിക്കണം. ഏതായാലും ഇപ്പോഴാണ് ഇന്ത്യ കറക്റ്റ് ട്രാക്കിലോട്ട് വന്നത്, ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം. അതായത് പല കാര്യങ്ങളും ഈ പറയുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് ജയശങ്കർ കണ്ടോ നിശബ്ദനായി പോയത് കണ്ടു, വളരെ നിശബ്ദനായി. ഇനി കൂടുതൽ നേരത്തെ ഓരോ വീക്കിലും 3-4 വെസ്റ്റേൺ കൺട്രി, ആ കൺട്രി, ഈ കൺട്രി, ഈ കൺട്രി ഒന്നും വേണമെന്നില്ല. അവസാനം ക്രൂഡ് മേടിച്ചോ? ഇല്ല, എല്ലാം കംപ്ലീറ്റ് നിർത്തി. അമേരിക്ക എന്ത് പറഞ്ഞു അത് മുഴുവനും സമ്മതിച്ചു കൊടുത്തു. ഇന്നെന്തോ ഈ പുല്ലെല്ലാം കൂടെ പോകാൻ പോയത്. ഇത്രയേ ഉള്ളൂ. ട്രംപിനെ ഡീല് ചെയ്യാൻ പഠിക്കണം.
അമേരിക്ക എങ്ങനെ ഡീൽ ചെയ്യും? അമേരിക്ക ഉദ്ദേശിക്കുന്ന രാജ്യമൊന്നുമല്ല. അവർ യൂസ് ആൻഡ് ത്രോയാണ്. യൂസ് ആൻഡ് ത്രോ. ആ യൂസ് ചെയ്യുന്ന സമയം പരമാവധി കൂടെ നിന്ന് കാര്യങ്ങൾ സംഘടിപ്പിച്ചെടുക്കുക. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ അമേരിക്കയെ കാണിച്ചു തരും, എനിക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ മനസ്സിലാക്കി. ഈ പ്ലാറ്റ്ഫോം എല്ലാം അമേരിക്കയുടെ. ഇപ്പോൾ ഞങ്ങൾ അമേരിക്കൻ ടെക് കമ്പനീസിന് റെസിപ്രോക്കൽ ടാരിഫ് അടിക്കും. ഇതൊക്കെ വിഡ്ഢിത്തരമാണ് ഇന്ത്യയെ പറഞ്ഞുണ്ടാക്കിയത് ഇവിടുത്തെ മീഡിയ. ഇതാണ് ബേസിക്കായിട്ട് കാര്യം. അവർക്ക് പലതും ചെയ്യാൻ പറ്റും ഇന്ത്യക്കെതിരെ, ഇന്ത്യക്കാർക്കെതിരെ ഗ്ലോബലി. ഇന്ത്യക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻ മനസ്സിലായിക്കോണം. നമുക്കതേ പറ്റൂ. അവൻ എന്ത് പുല്ലും ചെയ്യാൻ പറ്റും. പഴയ ഇന്ത്യക്കാണെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യാം. കാരണം നമ്മളന്ന് ഈ പറയുന്ന പോലെ ഡെവലപ്മെന്റ് ഇല്ല. ഇന്ന് ഇന്ത്യ ഫ്ലൈ ചെയ്യുവാണ്. വളരെ ഫാസ്റ്റായിട്ട് ഓടുന്ന കാറാ. അതിൻ്റെ 2 ടയർ ഊരി വിട്ടാൽ എങ്ങനെ ഇരിക്കും? ആ സ്ഥിതിയിലായി ഇന്ത്യ. അതാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്ററാണ് ഇന്ത്യ കാണിച്ചു കൂട്ടിയത്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. പൊളിറ്റിക്കലി നമ്മളിവിടെ സക്സസ് ആയി. ഇന്ത്യയിൽ ഇന്റർനാഷണൽ ഡിസാസ്റ്ററാണ്. അതുകൊണ്ടാണ് മോദിക്ക് പറ്റിയ അബദ്ധമെന്ന് മോദിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് മുഴുവനും ചേഞ്ചും പ്ലാനും മുഴുവനും മാറ്റാൻ തീരുമാനിച്ചു. എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക. ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുമായിട്ട് ബന്ധത്തിലാകുക, പ്രസിഡന്റ് ട്രംപിനെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ മോദിയുടെ അജണ്ടയുടെ ഭാഗമാണ്. അതിൻ്റെ പേരിലാണ് ജാനുവരി ഫെബ്രുവരി കൊണ്ടുവരാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരു ടാസ്ക് ടീമിനെ വെച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അയാളെ അവിടെ കൊണ്ടുവരാം. പ്രശ്നങ്ങൾ പറഞ്ഞ് ഫേസോട്ട് ഫേസ് കണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. പക്ഷെ പഴയ റിലേഷൻഷിപ്പിലോട്ട് എന്ത് മോദി പറഞ്ഞാലും കേൾക്കുന്ന ട്രംപിനെ ആയിരിക്കത്തില്ല. കാരണം ആ ഒരു ട്രസ്റ്റും വിശ്വാസം, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ട്രസ്റ്റും വിശ്വാസം റഷ്യൻ ക്രൂഡിൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കളഞ്ഞു കുറിച്ചു. ഇന്ത്യക്ക് എന്ത് നേട്ടം കിട്ടിയെന്ന് ഈ പറയുന്ന അതിൻ്റെ അകത്ത്? അതായത് റിലയൻസിന് മറ്റുള്ള കമ്പനികൾക്ക് ഫോറിൻ കറൻസി കിട്ടി. അത് വലിയ നേട്ടം. അതിനേക്കാളും വലിയ നഷ്ടമാണ് ഇന്ത്യക്ക് ഉണ്ടായത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും. ഏതായാലും G20 പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും ഗ്ലോബലിയും പിടികിട്ടിക്കാണും. അമേരിക്ക ബോയ്ക്കോട്ട് ചെയ്ത G20 അല്ല, G7 അല്ല, ഒരു കുന്തം ഫോറോവില്ല. സിമ്പിളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി UN ജനറൽ അസംബ്ലി പ്രസംഗിക്കാൻ പോയി. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയില്ല. ഭയന്നിട്ടാ പോകാതിരുന്നു, വേറെ കാര്യമൊന്നുമില്ല. കാരണം അയാൾ എന്തോ പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അമേരിക്കയായിട്ട് നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന റഷ്യ ഇപ്പോഴുണ്ടാക്കും, ചൈന ഉണ്ടാക്കും, മറ്റുള്ള രാജ്യങ്ങൾ ഈ റഷ്യയും ചൈനയും റഷ്യ നമുക്ക് സാമ്പത്തികമായിട്ടും ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു പുല്ലും സഹായിക്കാം. അവൻ്റെ പണമില്ല. ചൈനയുടെ പൊട്ടൻഷ്യൽ എനിമിയാണ് നമ്മള്. കാരണം ഗെയിം ചേഞ്ചർ ഉണ്ടാവരുത്. ഗെയിം ചേഞ്ചർ ഒരു വലിയ സംഭവമാണ്. കഴിഞ്ഞ 5-6 മാസം കൊണ്ട് ഗെയിം ചേഞ്ചറാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവനും പാകിസ്ഥാന് കിട്ടി. ആ ഗെയിം എന്ന് പറയുന്നത് ഫ്ലോപ്പ് ഗെയിമാണ്. അതിനകത്ത് ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല. അത് മോദിയുടെ കഴിഞ്ഞ 5, 6, 7 മാസങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്ത്യ തിരിച്ചു വരണം, ശക്തമായിട്ട് വന്നേ മതിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പോകുന്ന പോക്ക്, അല്ലാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിൽ ചെയ്തു. തിരിച്ച് വന്നേ മതിയാവത്തുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ എന്നാണ് പല രീതിയിലും പല റിപ്പോർട്ട്സുകളും നോക്കുകയാണെങ്കിലും പല ഇന്ത്യയുമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില സീനിയർ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ത്യ തിരിച്ചു വരാനുള്ള പാടുപെടുകയാണ്. അതിൻ്റെ ഒരു അറ്റംപ്റ്റിൽ കൂടെ മുന്നോട്ട് പോയി സക്സസ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ് മോദിയും കൂട്ടരും.